നമസ്കാരം. ഇന്നലെ ഡൽഹിയിൽ നടന്നത് ലോക നയതന്ത്ര ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. UAE എന്ന വമ്പൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അദ്ദേഹം അബുദാബിയിൽ നിന്ന് തന്റെ വിമാനത്തിൽ കയറുകയാണ്. ഏകദേശം 4 മണിക്കൂറോളം യാത്ര ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. സാധാരണ ഒരു രാഷ്ട്രീയ തലവൻ മറ്റൊരു രാജ്യത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാവും, വലിയൊരു ഔദ്യോഗിക വിരുന്നുകൾ ഉണ്ടാവും, പലതരം മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാവും, ചിലപ്പോൾ 1-2 ദിവസം അവിടെ തങ്ങുകയും ചെയ്യും. ഇതാണ് കീഴ്വഴക്കം. പക്ഷേ ഇന്നലെ നടന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം വിമാനം ഇറങ്ങുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നേരെ അവർ കാറിൽ കയറുന്നു. ആ യാത്രക്കിടയിലും പിന്നീട് ഹൈദരാബാദ് ഹൗസിൽ വെച്ചും ആകെ കൂടി അവർ സംസാരിച്ചത് എത്ര സമയമാണെന്നറിയാമോ? വെറും 2 മണിക്കൂറിന് താഴെ. കൃത്യമായി പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന സമയം പോലും അവർ ചിലവഴിച്ചിട്ടില്ല. വന്ന വിമാനത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. എന്തിനായിരുന്നു ഈ മിന്നൽ സന്ദർശനം? ലോകം മുഴുവൻ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. വെറുതെ ഒരു ഹായ് പറയാൻ 4 മണിക്കൂർ യാത്ര ചെയ്ത് വരേണ്ട കാര്യം UAE പ്രസിഡന്റിന് ഒരിക്കലുമില്ല. അപ്പോൾ അതിന് പിന്നിൽ വളരെ ഗൗരവകരമായ, ഫോണിലൂടെ സംസാരിച്ചാൽ ചോർന്നു പോകാൻ സാധ്യതയുള്ള അതീവ രഹസ്യമായ എന്തോ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആ രഹസ്യമാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് അണിയറയിൽ ഒരുക്കുന്ന ഒരു നീക്കം എങ്ങനെയാണ് UAEയെ ഭയപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയെ വിളിക്കാതെ, ചൈനയെ വിളിക്കാതെ നമ്മുടെ പ്രസിഡന്റ് നേരെ മോദിയുടെ അടുത്തേക്ക് വരുന്നത്? ഇന്ത്യയും UAEയും ഒപ്പിട്ട ആ വലിയ കരാറുകൾക്ക് പിന്നിലെ തന്ത്രം എന്താണ്? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഈ സന്ദർശനത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം ഗൾഫ് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും UAE പ്രസിഡന്റും ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെ നടന്നുകൊണ്ടിരുന്ന ആളുകളാണ്. സൗദി രാജകുമാരന് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങൾ ഉപദേശിച്ചിരുന്നത് പോലും UAEയുടെ പ്രസിഡന്റ് തന്നെയായിരുന്നു, രാജാവ് തന്നെയായിരുന്നു. അപ്പോ ഇന്ന് ആ രീതിയിൽ നിന്നൊക്കെ മാറിയിരിക്കുകയാണ്. ഇന്ന് അവർ രണ്ടുപേരും 2 ധ്രുവങ്ങളിലാണ്. ഇതിന് പ്രധാന കാരണം എക്കോണമി അഥവാ സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. ലോകം മാറുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. പെട്രോളും ഡീസലും അധികകാലം ഉണ്ടാവില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. എണ്ണ കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുക? ഇവിടെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ ടൂറിസം, ബിസിനസ്, എയർപോർട്ട് ഹബ്ബ്, ഇതിലൊക്കെ നിലവിൽ ദുബായ് ആണ് ഏറ്റവും വലിയ കിങ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ സൗദി അറേബ്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവർ നിയോം സിറ്റി കൊണ്ടുവരികയാണ്. റിയാദ് എയർലൈൻസ് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അവർ കൊണ്ടുവന്ന് ലോകത്തെ വമ്പൻ കമ്പനികളോട് സൗദി പറഞ്ഞു, നിങ്ങളുടെ ആസ്ഥാനം ഇനി ദുബായിൽ നിന്ന് റിയാദിലേക്ക് മാറ്റിയില്ലെങ്കിൽ സൗദിയിൽ നിങ്ങൾക്ക് ബിസിനസ് തരില്ല എന്ന്. അപ്പൊ കടുത്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയാണ്. ഇത് UAEയുടെ വയറ്റത്തടിക്കുന്ന നീക്കം തന്നെയാണ്. പതുക്കെ പതുക്കെ UAEയുടെ പ്രാധാന്യം കുറയ്ക്കാനും ഗൾഫ് മേഖലയുടെ ഏക നേതാവായി സൗദി അറേബ്യ മാറാനും ശ്രമിക്കുകയാണ്. ഈ സാമ്പത്തിക യുദ്ധം ഇപ്പോൾ അതിർത്തി കടന്ന് സൈനിക നീക്കങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. യമനിലെ യുദ്ധം നോക്കിക്കഴിഞ്ഞാൽ, സുഡാനിലെ ആഭ്യന്തര കലാപവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സൗദി ഒരു ഗ്രൂപ്പിനെ സഹായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് UAEക്ക് നേരെ എതിർ ഗ്രൂപ്പിനെയാണ് കൃത്യമായിട്ട് അവർ സഹായിക്കുന്നത്. അതായത് പരോക്ഷമായി ഇവർ തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോവാതിരിക്കാൻ, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് അവർ പലതും നോക്കുന്നുണ്ട്. അപ്പോൾ കൈവിട്ടു പോകാൻ തുടങ്ങിയത് 2025 അവസാനത്തോടെയാണ്. സൗദി അറേബ്യ ഒരു വലിയ കളി തന്നെ അന്ന് കളിച്ചു. തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ അവർ തെരഞ്ഞെടുത്തത് പാകിസ്ഥാനെയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് പണം അത്യാവശ്യമാണ്. സൗദി അറേബ്യക്ക് അവരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് പണമുണ്ട്. പണം നമുക്കൊരു പ്രശ്നമല്ല, പക്ഷേ സൈന്യത്തിന്റെ ആവശ്യം ഒരുപാട് അവർക്കുണ്ട്. 2025 സെപ്റ്റംബറിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കരാർ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടിരുന്നു. അതൊരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ആയിരുന്നു. ലളിതമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദിയുടെ സുരക്ഷ പാകിസ്ഥാൻ നോക്കിക്കൊള്ളും, പാകിസ്ഥാന് സൗദിയെ പണവും കൊടുക്കും. ഇത് വെറും ഒരു കരാറല്ല. ഇതിലേക്ക് തുർക്കിയെ കൂടി കൊണ്ടുവരാൻ സൗദി ശ്രമിക്കുന്നുണ്ട്.
പാകിസ്ഥാന്റെ ആണവായുധം, തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ, സൗദിയുടെ പണം, ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ഇസ്ലാമിക് നാറ്റോ പോലെയാവും. ഇത് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് ഒരിക്കലും ഇസ്രായേലിനല്ല, മറിച്ച് UAE-ക്കാണ്. തന്റെ തൊട്ട അയൽപ്പക്കത്ത് തന്നേക്കാൾ വലിയൊരു സൈനിക സഖ്യം രൂപപ്പെടുന്നത് ഒരിക്കലും അവർക്ക് താങ്ങാനാവുന്ന കാര്യമല്ല. അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം അത് അസ്വസ്ഥമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അമേരിക്ക ആണെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിലാണ്. ട്രംപിന് എപ്പോഴും താല്പര്യം സൗദിയോടാണ്. സൗദി രാജകുമാരൻ ട്രംപിന്റെ മരുമകനുമായിട്ട് ചേർന്ന് വലിയ ബിസിനസ്സുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക തന്നെ സഹായിക്കുമെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. എന്നാൽ UAE-ക്ക് ആ ഒരു ഉറപ്പും കിട്ടുന്നില്ല. ഈ ഒറ്റപ്പെടുത്തലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാനായിട്ടാണ് ഇന്ത്യയെ ശ്രദ്ധിക്കുന്നത്, ഇന്ത്യയെ നോക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ തേടിയെത്തിയെന്ന്. ലോകത്തെ വേറെ എത്രയോ രാജ്യങ്ങളുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ? അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് വിശ്വാസമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മോദിയും UAE പ്രസിഡന്റ് രാജകുമാരനും തമ്മിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് വളരെ വലുത് തന്നെയാണ്. എൻ്റെ സഹോദരൻ എന്നാണ് UAE രാജകുമാരനെ നമ്മുടെ മോദി വിളിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് വലിയ വില തന്നെയുണ്ട്. ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവർ ലാഭത്തിന് വേണ്ടി ആരെയും ചതിക്കും. അമേരിക്കയെ വിശ്വസിക്കാനേ പറ്റില്ല. അവർ ഭരണ മാറ്റത്തിനനുസരിച്ച് നയങ്ങളൊക്കെ മാറ്റാറുണ്ട്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കൊടുത്ത വാക്ക് പാലിക്കുമെന്ന് അറബ് ലോകത്തിന് നന്നായിട്ട് അറിയാം. 2, ഇന്ത്യയുടെ ന്യൂട്രൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് തന്നെയാണ്. ഇന്ത്യക്ക് സൗദിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇറാനുമായിട്ടും നല്ല ബന്ധം തന്നെയുണ്ട്, ഇസ്രായേലുമായിട്ട് നോക്കുകയാണെങ്കിൽ അതിലും വലിയ ബന്ധമുണ്ട്. സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യക്ക് ശത്രുത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് അടുക്കുന്നത് വഴി സൗദിയെ പ്രകോപിപ്പിക്കില്ല എന്ന് UAE-ക്ക് നന്നായിട്ട് അറിയാം. അതൊരു സേഫ് ബെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഓക്കെയാണ്. 3ാമത്തെ കാര്യം സൈനിക കരുത്ത് തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കുള്ള കരുത്ത് UAE-ക്ക് ആവശ്യമാണ്. UAE-യുടെ കപ്പലുകൾക്ക് സുരക്ഷ വേണം. അവരുടെ എണ്ണ, ടാങ്കറുകളൊക്കെയും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പാകിസ്ഥാൻ നേവിയേക്കാൾ 10 മടങ്ങ് കരുത്തുള്ള ഇന്ത്യൻ നേവിയുമായി സഹകരിച്ചാൽ അറബിക്കടലിൽ തങ്ങൾക്ക് പേടിക്കാനില്ല എന്ന് UAE കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 4 മണിക്കൂർ യാത്ര ചെയ്ത് പ്രോട്ടോകോൾ എല്ലാം മാറ്റിവെച്ച് ഒരു സുഹൃത്തിനെ കാണാൻ ഓടിയെത്തുന്നത് പോലെ അദ്ദേഹം വന്നത്. ആ കാറിനുള്ളിൽ വെച്ച് നടന്ന സംഭാഷണം ഒരു പക്ഷേ എനിക്ക് നിങ്ങളുടെ സഹായം വേണം, നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന സന്ദേശം തന്നെയായിരിക്കാം. ഇനി നമുക്ക് ഈ സന്ദർശനം കൊണ്ട് ഇന്ത്യക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ടോ? അതിനുള്ള മറുപടി പറയാം. വെറുതെ വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഊർജ കരാറാണ്. ഇന്ത്യയുടെ എണ്ണ കമ്പനികൾക്ക് ഇനി 10 മുതൽ 15 വർഷത്തേക്ക് UAE ഗ്യാസ് നൽകും. ഇതെന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതുവരെ നമ്മൾ ഇതിനെ ഖത്തറിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഖത്തർ ചിലപ്പോഴൊക്കെ നമ്മളോട് ഉടക്കാറുണ്ട്. എന്നാൽ UAE-യിൽ നിന്ന് നേരിട്ട് ഗ്യാസ് വരുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. 2ാമത്തേത് ന്യൂക്ലിയർ പവർ ആണ്. ഇന്ത്യയുടെ ആണവ നിലയങ്ങളിൽ പണം മുടക്കാൻ UAE തയ്യാറാവുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഒരു രാജ്യം, അതും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യം, ഇന്ത്യയുടെ ന്യൂക്ലിയർ സെക്ടറിൽ പണം മുടക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. 3ാമത്തെ കാര്യം ഭക്ഷ്യ സുരക്ഷ തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാനുള്ള ഫുഡ് കോറിഡോർ പദ്ധതി ഏറ്റവും വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം UAE-ക്ക് മരുഭൂമിയാണുള്ളത്, അവർക്ക് കൃഷിയൊന്നും അങ്ങനെ അധികമില്ല. ഇന്ത്യക്ക് ആണെങ്കിൽ ഒരുപാട് കൃഷിയുണ്ട്, പക്ഷെ സംഭരിക്കാൻ സംവിധാനമില്ല. UAE ഇന്ത്യയിൽ വന്ന് ഗോഡൌണുകൾ കെട്ടുകയും അവിടെ നിന്ന് നേരിട്ട് ഭക്ഷണം കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ കർഷകർക്ക് ഇത് വലിയ തരത്തിൽ ഗുണമായിട്ട് മാറും. പിന്നെ ഏറ്റവും രസകരമായ കാര്യം ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി തന്നെയാണ്. UAE-യുടെ വമ്പൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഗുജറാത്തിലേക്ക് വരികയാണ്. മുംബൈ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത സാമ്പത്തിക തലസ്ഥാനമായി ഗുജറാത്തിനെ മാറ്റാൻ UAE-യുടെ പണം നമുക്ക് ഉപകാരമാവും, വലിയ രീതിയിൽ അത് സഹായകരവുമാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2026 തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ്. ഒരു കാലത്ത് പാകിസ്ഥാൻ എന്തു പറഞ്ഞാലും കേട്ടിരുന്ന UAE ഇന്ന് പാകിസ്ഥാനെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കൈപിടിക്കുകയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് ഉണ്ടാക്കുന്ന സഖ്യത്തെ നേരിടാൻ എപ്പോഴും UAE രാജകുമാരൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഭാരതത്തെയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് ഉണ്ടാക്കിയ ആ സഖ്യത്തെ നേരിടാൻ എപ്പോഴും UAE പ്രതീക്ഷിക്കുന്നത്, വിശ്വസിക്കുന്നത് നമ്മുടെ ഭാരതത്തെയാണ്.
ഈ സന്ദർശനം ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ UAE ഇന്ത്യ സംയുക്ത സൈനിക നീക്കങ്ങൾ നമ്മൾ കണ്ടേക്കാം. ബ്രഹ്മോസ് മിസൈലുകൾ UAE വാങ്ങുന്നത് നമ്മൾ കണ്ടേക്കാം. ലോകം ചേരിതിരിയുമ്പോൾ കൃത്യമായ നിലപാടിലൂടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെന്നത് വലിയ കാര്യം തന്നെയാണ്. ആ 4 മണിക്കൂർ യാത്രയും ആ 2 മണിക്കൂർ കൂടിക്കാഴ്ചയും വെറുതെ ആയിരുന്നില്ല. അത് വരാനിരിക്കുന്ന ഒരു വലിയ കൂട്ടുകെട്ടിന്റെ പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമായിരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? UAEയുമായുള്ള ഈ അടുപ്പം ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ, അതോ സൗദിയുമായുള്ള ബന്ധത്തെ അത് ബാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.